ഞങ്ങളപ്പം ഉള്ളത് ഡി തിയേറ്റേഴ്സിന്റെ കൂടെയാണ്. അതേ ഡി തിയേറ്റേഴ്സ് കഴിഞ്ഞ വർഷം താലിമംഗലം ചെയ്ത് GTA-യിലുള്ള മലയാളികളെ ഞെട്ടിച്ച ഡി തിയേറ്റേഴ്സ്. Now they are back with something even bigger, മധുരക്കിനാവുകൾ. ഡി തിയേറ്റേഴ്സ് കാനഡയിൽ GTA-യിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. അത് അമരത്ത് നിൽക്കുന്ന ആളാണ്. എന്താണ് പറയുന്നത്? നമുക്ക് വളരെയധികം സന്തോഷം മധുരഗീതം എന്ന് ഞങ്ങളിവിടെ ജോയിൻ ചെയ്തതിൽ. ഡി തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഗ്രൂപ്പാണ്, ഹാപ്പിനെസ്സിന് വാല്യൂ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ പ്ലാനിങ്ങിലൂടെ, ഞങ്ങൾ പ്രാക്ടീസിലൂടെ, ഞങ്ങൾ ഫീഡ്ബാക്സിലൂടെ, ഞങ്ങൾ റീൽസിലൂടെ ഭക്ഷണം ഒന്നിച്ച് വെച്ച് സൗഹൃദമുള്ള സംഗമമാണ് ഡി തിയേറ്റേഴ്സ്. സോ ഈ വർഷം ഈ സീസണിൽ, ഈ വിഷു ഈസ്റ്റർ സീസണിൽ വി ആർ കമ്മിങ് വിത്ത് എ ഹാപ്പി ഫീൽ ഫോർ ദ ഫെസ്റ്റിവൽ. ഈ സീസൺ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെയൊക്കെ ഒരു മനസ്സിലൊരു കുട്ടിത്തമില്ലാത്ത ഒരാൾക്കാരുമില്ല. നമുക്ക് ആർക്കാണ് സ്റ്റേജിൽ കയറിയിട്ട് ഒരു സന്തോഷത്തോടെ പ്രോഗ്രാം ചെയ്യാനും അങ്ങനൊരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഇൻക്ലൂസീവ് ഓപ്പർച്യൂണിറ്റിയാണ് ഏത് പ്രോഗ്രാമിന്റെയും അവിഭാജ്യ ഘടകമാണല്ലോ സ്പോൺസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഡി തിയേറ്റേഴ്സിന്റെ സ്വന്തം പ്രതിഭാസമായ പ്രതിഭയോട് തന്നെ നമുക്ക് ചോദിക്കാം. 2024 ഞങ്ങളുടെ ട്രിബ്യൂട്ട് ടു ലാലേട്ടൻ എന്ന പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി അപ്രിസിയേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഓഡിയൻസ് ആൻഡ് ദ ക്രൗഡ്. സോ അന്നേരം നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ലീഡിങ് ഓൺടർപ്രണേഴ്സായ ആർട്ട് ലവിങ് people, they came and stepped in to support us and to encourage us. അപ്പോൾ അവരുടെ ആ എൻകറേജ്മെൻറ്റ്, എസ്പെഷ്യലി വിത്ത് ദിസ് ബിഗ് ക്രൂ, നമുക്ക് ഒത്തിരി സപ്പോർട്ടാണ് ടു ഹോൾഡ് ദ പ്രാക്ടീസസ് കോസ്റ്റ്യൂംസിനെല്ലാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ PLK കസ്റ്റം കിച്ചൺ ആൻഡ് ക്യാബിനറ്റ്സ്, അവർ ദേ സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ജനറസ്ലി സപ്പോർട്ടഡ് അസ്. ഒരു എല്ലാ മലയാളികൾക്കും സുപരിചിതമായ ആവേ മരിയ ഓട്ടോ റിപ്പയർ, ആൻഡ് ദേ ഹാവ് been with us and നമ്മുടെ കൂടെ കൈ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന നിറമയ ആയുർവേദിക് വെൽനസ് സെൻ്റർ ഡോക്ടർ ഗീതാഞ്ജലി നമ്മുടെ കൂടെ എപ്പോഴും ഷീ ഈസ് ബീൻ വിത്ത് us, എൻകറേജിങ് us. നമ്മളെല്ലാ പ്രോഗ്രാമും കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. So we really thank them from the bottom of our heart for their generosity and sponsorships. 34+ ആർട്ടിസ്റ്റ്, ഇത്രയധികം ആർട്ടിസ്റ്റുകളെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു ടീമിൻ്റെയും വിജയം അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർക്ക് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്ററാണ് നീതു. ജയലക്ഷ്മിയുടെ ആടിലൊക്കെ അഭിനയിച്ചു എന്ന് കേട്ടു, ശരിയാണോ? സെൻസേഷനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്? താങ്ക് യു സോ മച്ച് ഫോർ ദ അപ്രിസിയേഷൻ. ജയലക്ഷ്മിയാണ് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ പ്രോഗ്രാം കോർഡിനേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ റോളിലോട്ട് കയറി വരുന്നത്, സ്റ്റെപ്പിങ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏജ് ഗ്രൂപ്പാണ്. നമുക്ക് ചെറിയ കുട്ടികൾ തൊട്ട് സീനിയേഴ്സ് വരെയുള്ളവർ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഷോർട്ട് പ്രാക്ടീസസ് ഉണ്ട്, ലോങ് ഗ്രൂപ്പ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടും ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അത് ഇത് വെച്ച് നമ്മളിട്ട് കയറി വരുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ. ആ ഒരു ഡെഡിക്കേഷൻ എല്ലാവർക്കും ഉള്ളത്. ഇറ്റ്സ് വെരി ഈസി ടു മാനേജ്. താങ്ക് യു സോ മച്ച്. ജയലക്ഷ്മി ആഡ് അടക്കം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടിരിക്കുന്ന ഒരുപാട് കോണ്ടന്റ്സ് ഡി തിയേറ്ററിൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ മൈൻഡ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് വരുന്നത്, അല്ലേ? നമ്മുടെ ഷിറാസിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ? ടെക്നിക്കൽ ബ്രില്യൻസ് എന്നൊന്നും പറയാനില്ല, അതൊക്കെ കുറച്ച് ഒരു ഹൈപ്പും കൂടിയാണ്. പക്ഷെ നമ്മളുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാവരുടെയും ടാലൻറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക, ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒരു റൈറ്റ് ടൂൾ ടു യൂസ് ആണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീലുകൾ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളുടെ സോഷ്യൽ മീഡിയ സ്കിൽസും എല്ലാവരും റീൽസൊക്കെ ഷെയർ ചെയ്യും. ഒരു 30 പേര് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റീച്ച് നന്നായി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂസൊക്കെ കൂടി വരുന്നു. നമ്മൾ റീൽസ് ഇട്ട് തുടങ്ങിയിട്ട് ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ നല്ലൊരു കവറേജ് ഉണ്ട്. റിയലി ഹാപ്പി ടു സീ. ഡി തിയേറ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അല്ലി ഖ്യാവാറിന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഗംഗ. ഒരു മോഡേൺ ഗംഗയായിരുന്നു. ഇപ്പോഴും ഒരു ഗംഗയുടെ ലുക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സോ ആ ഗംഗയെ ചികിത്സിക്കാൻ വന്ന സണ്ണിയുമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇത്രയധികം ക്രിയേറ്റീവായിട്ട് ഇവർ ചെയ്യുന്ന ഈ ഒരു ഷോയുടെ ഏകദേശം 24 മിനിറ്റ് കൂടുതലുണ്ട് അല്ലേ? എത്രയാണ് നിങ്ങളുടെ 24+ മിനിറ്റ്സ് ഉള്ള ആ ഒരു ഫുൾ ഷോയുടെ കൊറിയോഗ്രാഫേഴ്സ് ആണ് രണ്ടുപേര്, ശ്രുതി ആൻഡ് സുജിത്. സോ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്? എന്താണ് നിങ്ങളുടെ ടീമിനെ കുറിച്ച് പറയാൻ? അത് നമ്മൾ സണ്ണിയായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ ഹിപ്നോസിസിൻ്റെയും സൈക്കോസിസിൻ്റെയും ഹാലുസിനോസിസിൻ്റെയും ഒക്കെ സങ്കീർണമായ മേഖലകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കായിരുന്നു, ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെ കലയിൽ കിളി പോയി
നടക്കുമ്പോഴാണ് ശ്രുതി എന്നൊരു സിംഹത്തിനെ കണ്ടുമുട്ടിയത്. മനസ്സിലായില്ലേ? അതെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡി തിയേറ്റേഴ്സ് എന്ന ബാധ കൂടിയ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഞങ്ങൾക്ക് കൊറിയോഗ്രാഫ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഈ ഗംഗയെ പിടിച്ചു കെട്ടാൻ ഈ സണ്ണിയെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇത്തിരി നല്ല മൂത്ത ഇനമാണ്. നമ്മുടെ ലാലേട്ടൻ, സ്റ്റീഫൻ നെടുമ്പള്ളി, ലൂസിഫർ, ഖുറേഷി എന്നൊക്കെ അറിയുന്ന പോലെ ഡി തിയേറ്റേഴ്സിൽ സിയ, സിബി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം കളർഫുൾ ആക്കാൻ കോസ്റ്റ്യൂംസിനും പ്രോപ്പർട്ടീസിനും ഒക്കെ ഒരു വലിയ റോളുണ്ട്. അങ്ങനെ ഒരു റോള് ചെയ്യുന്ന ആളും ആ ലാലേട്ടൻ്റെ പ്രോഗ്രാമിൽ കിലുക്കത്തിലെ രേവതിയുടെ റോള് ചെയ്ത ആളും എങ്ങനെ ഒരു ഫുൾ ഓൾ റൗണ്ടറാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ? താങ്ക് യു സോ മച്ച് അലീന. നമ്മൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് എവർഗ്രീൻ മൊമെൻറ്റ്സ് ആണ്, മലയാളം സിനിമയിലെ ക്ലാസിക്സ് ആണ്. അപ്പോൾ അത് എല്ലാവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോസ്റ്റ്യൂം ആൻഡ് പ്രോപ്പർട്ടീസ്. ബിക്കോസ് ആൾക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ അവർക്കത് ക്ലിക്ക് ആവണം, എവിടെയാണ് എന്താണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രേവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ രേവതിയുടെ ആ അംബ്രല, അതുപോലെ ആ സ്കേർട്ട്, ലൈക്ക് ആ കോട്ട്, ഇതെല്ലാം ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇറ്റ് മെയ്ഡ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ തന്നെ പേഴ്സണലി mobilize ചെയ്യായിരുന്നു. It was a challenge at times, like in terms of even money wise, right? But this year we have amazing sponsors with us who made it possible that we can actually go buy the stuff we need for the properties and costumes wise on stage. So ഞാൻ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ വർക്കറാണ്. എൻ്റെ സ്ട്രെസ്ഫുൾ ലൈഫിൽ എനിക്കിത് ഭയങ്കര വെൻ്റ് ഔട്ട് ആണ്. I so much enjoy with the crew and that's the best part of it. Thank you. ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഡി തിയേറ്റേഴ്സ് ശ്രീദേവി ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വൺ ഓഫ് ദ ഒരു മെയിൻ പില്ലർ എന്ന് തന്നെ പറയാം. തൂണിലും തുരുമ്പിലും ഒക്കെ നരസിംഹം കൂടിയിരിക്കുന്നത് പോലെ. അത്രയ്ക്കൊക്കെ പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഡി തിയേറ്റർ ഈസ് എ ഫാമിലി ടു മീ. അപ്പോൾ ഇതിനകത്തുള്ള ഓരോരുത്തരും ഒരു ഫാമിലി മെമ്പേഴ്സാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 17 പീപ്പിളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ വിത്ത് ദ പീപ്പിൾസ് ഇൻട്രസ്റ്റ് വി ആർ ഗ്രോയിങ്, സ്റ്റിൽ ഗ്രോ. വെൻ യു വർക്ക് വിത്ത് എ ബഞ്ച് ഓഫ് ക്രിയേറ്റീവ് മൈൻഡ്സ്, automatically your mind also triggered, right? So I love arts and I try to support as much as possible. So that's what. താങ്ക് യു. മാടമ്പള്ളിയിലെ മനോരോഗി ഗംഗയാണോ അതോ ശ്രീദേവിയാണോ? അത് നമുക്ക് ഡോക്ടർ സണ്ണിയോട് ചോദിച്ചിട്ടായിരിക്കും. മധുരക്കിനാവുകൾ എന്ന ഷോയിൽ 34 ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റുകളാണ് പെർഫോം ചെയ്യുന്നതിൽ. അതിൽ 34ാമതായിട്ട് ജോയിൻ ചെയ്ത ആളാണ് വിജയ്. വിജയ്, എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം? ഹായ്, ഞാൻ ആക്ച്വലി ഇവരുടെ റീല് വളരെ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട് ഈ ഗ്രൂപ്പിൽ. പിന്നെ അതും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്, വളരെ എനർജറ്റിക് ആണ്. പിന്നെ സിബി ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ അവരാകെ ഒരു മെയിൻ ക്രൈറ്റീരിയ പറയുന്നത് നമുക്കൊരു പാഷൻ ഉണ്ടാവണം. അപ്പോൾ ഞാനങ്ങനെ വളരെ പാഷനേറ്റ് ആണ്, പക്ഷേ അധികം ടാലൻറ്റഡ് ഒന്നുമല്ല. അപ്പോൾ എന്നെ അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് തോന്നി. അങ്ങനെ ഞാൻ റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെ ിലധികം കലാകാരന്മാർ അവരുടെ മനസ്സും ശരീരവും ഊർജവും എല്ലാം ഒന്നാകുമ്പോൾ മധുരക്കിനാവുകൾ ഒരു മികച്ച ദൃശ്യാനുഭവം തന്നെയായിരിക്കും. So please come and watch D Theatre's rocking performance on April 5th. All the best.